പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ വൈകിയ സമയത്ത് ഒരിക്കലും കൂടി പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ദൈവസനിലായിരിക്കാൻ ദൈവം എന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസി ബീന അജയ് സിസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിമാർ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. രാത്രികാലം എത്ര പേര് ദൈവസ്ഥനിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ഒത്തിരി വിഷയങ്ങൾ കാണുമായിരിക്കും, ഭാരങ്ങൾ കാണും. പക്ഷേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് സ്തോത്രം. അനേകം പേർ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൊക്കെ ആയിരിക്കുന്നവർ എന്ത് ചെയ്യണം, എങ്ങനെ ഒരു സമാധാനം കണ്ടെത്താം എന്ന് നോക്കി നടക്കുമ്പോൾ, ജീവിതങ്ങളെ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, നമുക്ക് ഏത് വിഷയങ്ങളെ പറയുവാൻ, ഏത് സമയവും കർത്താവിന്റെ പാദപീഠത്തിൽ വരുവാൻ നമുക്ക് നല്ലൊരു പിതാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആ പിതാവിനെ നമുക്ക് കണ്ടുമുട്ടുവാൻ ഇടയായതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നാം മനസ്സിലാക്കുക. സ്തോത്രം. അങ്ങനെ ഈ രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതേ, ദൈവം നമ്മെ ഓരോ ദിവസവും ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഈ നിമിഷം വരെയും ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ചിലപ്പോൾ മറുപടി കിട്ടാത്ത വിഷയങ്ങൾ കാണുമായിരിക്കാം. കർത്താവ് എന്റെ ജീവിതത്തിൽ ചോദിച്ചിട്ട് തന്നില്ല എന്നൊക്കെ പരാധീനകൾ നമ്മുടെ ജീവിതത്തിൽ ലാസ്റ്റ് ടൈമിലാകുമ്പോൾ കാണുമായിരിക്കും. പക്ഷേ പ്രിയ മക്കളെ, നാം എല്ലാത്തിനും ഉപരിയാ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും എന്റെ അപ്പം മുടക്കം വരുത്തിയോ? അല്ലയില്ല. നമ്മൾ ചോദിക്കുന്നതിലപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന് നമ്മെ നിർത്തി പരിപാലിച്ച ആ ദൈവത്തിന്റെ കൃപയോർത്ത്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, സ്തോത്രം. എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞു, നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചതൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങളെ നമുക്കൊരു സമാധാനം തരാതെ, ഒരു ആശ്വാസം തരാതെ, ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ച സാഹചര്യങ്ങളിലൊക്കെയും എന്റെ കർത്താവിന്റെ സ്നേഹം തന്ന്, ബലം തന്ന്, നമ്മെ ധൈര്യപ്പെടുത്തി ഈ ലോകത്ത് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തന്ന്, മുമ്പിൽ കടന്നു വന്ന സകല പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് കൃപ തന്ന് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. അങ്ങനെ ഈ രാത്രികാലം നന്ദിയോടെ ദൈവത്തിന്റെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം. ഇന്നത്തെ രാത്രിത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വായിച്ചു കേട്ട തിരുവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങളെ മേൽ കരുതുന്ന ഒരു കർത്താവ്, നമ്മുടെ ഭാരങ്ങളുടെ മേൽ കരുതുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് ഈ രാത്രിക്കാലം നമ്മുടെ മേൽ ഒന്നുകൂടി വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ഈ ലോകത്തിലുള്ള കരുതലുകൾ മാത്രമല്ല, നിത്യത്തിലും നമുക്കൊരു കരുതൽ കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അത് പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിനു മുമ്പേ കർത്താവിനോട് സംസാരിക്കണമേ എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രാത്രിക്കാലം നാം വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു വിടുതലായി തീരുവാൻ, ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം ഈ രാത്രികാലം വർദ്ധിക്കുക, ആ കർത്താവിന്റെ കരുതലുകൾ നാം അനുഭവിക്കുന്ന രാത്രികാലമായി തീരേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അനുഭാഷ അടയാളം ലഭിച്ചവർ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടത്. നമ്മുടെ ചുറ്റുപാടിന്റെ സാഹചര്യങ്ങൾ മാറട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെയും ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നാമും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ രാത്രികാലം കയറേണ്ടതിനായിട്ട്, കർത്താവിന് നമ്മോട് സംസാരിക്കാനായിട്ടുള്ളത് നമ്മുടെ ഹൃദയം തുറന്നൊന്ന് കേൾക്കേണ്ടതിനായിട്ട്, അത് ഹൃദയമാവുന്ന മാംസഫലകിൽ ഈ രാത്രികാലം കൊത്തി ചേർക്കേണ്ടതിനായിട്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇന്ന് ഇതിനകത്ത് ഇരിക്കുമ്പോൾ സ്തോത്രം, ഒത്തിരി വാഗ്ദത്തങ്ങൾ നാം കേട്ട് കാണുമായിരിക്കും. പക്ഷേ ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ, എന്തെന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ രാത്രികാലം നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ചില വാഗ്ദത്തത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയായിട്ട്. ഹല്ലേലൂയ. ഓ റബ സഖല ബഖേ റേഖേ ലേഖേ ലബഖലദരേ അധുരബ ധിരതര പദരബ ധിരതര ദിഖേ ലമഖലദരേ ദിഖേ ലബഖലദരേ ഉഡാ ജ്വലാധര സ്വരാധര ജ്വലാധര ദിഖേ ലബഖലബ ഉഡരാ രബര ധിരതര പദരബ ധിരതര വിരതര ധിരതര ദിഖേ ലബഖേ ലേഖേ ലബറ
ഉഡാ ജല ധര സ്വര ദിരെ കേ ലേ മേ റേ സേ കേ ലേ കേ ലേ കേ ഓ റാ ബാ 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 ധീര ബാ 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 ഓ റബ 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 സിഖ റബ ഖല ബ ഖല ബ കേല ബരേ ചൊല ദേ ദരേ ദരേ. ഓ ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാതിരാജാവായിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഓ സകലത്തിന്റെ ഉടയവനെ ഞങ്ങളെ രാത്രികാലം സ്തുതിക്കുന്ന. ഹല്ലേലൂയ. രാത്രികാലം ദൈവജനം മൗനമായിട്ടിരിക്കാതെ സ്തുതി സ്തോത്രങ്ങൾ ആത്മാവുകളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഓ രാത്രികാലം ഒരു മഹാവീരനായിട്ട് നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു അത്രേ. ഹല്ലേലൂയ. എങ്ങനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. സകല ശ്രേഷ്ഠാധികാരങ്ങൾക്ക് അധികാരമുള്ളവനായിരിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വായുകളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട്. ഹല്ലേലൂയ. സകല സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായി അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയാൽ രാത്രിക്കാലം നമ്മുടെ ഹൃദയങ്ങളെ നിറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. അങ്ങയുടെ സ്വനിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ. വചനം അങ്ങയെടുത്ത് കർത്താവേ, ഈ രാത്രികാലം തന്റെ ജനം അങ്ങയെടുത്ത് കർത്താവേ. അപ്പൊ തന്റെ ജനത്തോട് എന്താണ് സംസാരിക്കേണ്ടത്? എന്റെ സ്വർഗത്തിലെ ദൈവം ഈ രാത്രികാലം അരുളി ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ആരാഞ്ഞറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം, അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ, നൊമ്പരങ്ങളെ കർത്താവേ, അപ്പൊ ഞെരുക്കങ്ങളെ ഈ രാത്രികാലം ദൈവം തമ്മിൽ തുടച്ചു മാറ്റുമാറാകണമേ. പുതിയൊരു അനുഭവത്തിലേക്ക് കയറുവാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മീയത്തിലും ഭൗതികത്തിലും നടക്കേണ്ട വിടുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിനുമേ വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവേ. ആത്മീയ മേഖലയുള്ള എല്ലാ ബൗണ്ടറികൾ പൊട്ടി മാറട്ടെ കർത്താവേ. ജനം സ്വതന്ത്രമാക്കപ്പെടട്ടെ കർത്താവേ. ജനം ആത്മാവിൽ ചിലത് കണ്ടു തുടങ്ങട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി രാത്രികാലം വെളിപ്പെടേണ്ടനായി ഏൽപ്പിക്കുന്നു. അടിയനെ മുറ്റുമായി തരുന്നു. ക്രൂശിന്റെ മറവിൽ മറച്ചാട്ട് കർത്താവേ. മാനുഷികമായി ഒന്നും പറയുവാനിടയാകരുതേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവനോ മഹത്വങ്ങയ്ക്കായി തരും യേശു ക്രിസ്തുവിന്റെ നാം തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. പ്രിയ മക്കളെ, രാത്രികാലം സ്തോത്രം. ഹല്ലേലൂയ. നീ വായിച്ച ഭാഗം ഞാൻ ആലോചിച്ചപ്പോ, ദൈവസേന ഇത് പ്രാർത്ഥിച്ചപ്പോ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പകർന്നു തന്ന ഒരു ഭാഗമാണ്. ഈ വചനത്തെ പറ്റി ദൈവജനത്തോട് പറയുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. നാം ചിലപ്പോ കരുതന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമ്മള് ഭൗതികമായ കരുതന്റെ കാര്യം ചിന്തിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് രാത്രികാലം എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു നിത്യതയെ കുറിച്ചുള്ള ഒരു കരുതൽ കൂടെ ഉണ്ട്. സ്തോത്രം. ആദ്യമായി നമ്മുടെ സ്തോത്രം ഈ വചനത്തിന്റെ ഒരു ആഴത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കൾ, ഇവിടെ പത്രോസ് ലേഖനക എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളി. സ്തോത്രം. ഈ രാത്രികാലം പ്രിയ ദൈവമക്കളെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അനേകം പേർക്ക് പ്രശ്നങ്ങളും ഭാരങ്ങളും ആരുടെ മേൽ വയ്ക്കണമെന്ന് അറിയാതെ ഈ ലോകത്തിൽ നിന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ആരോട് തുറന്നു പറയാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതങ്ങളെ അവസാനപ്പെടുത്തി കഴിയുമ്പോൾ ഈ രാത്രിക്കാലം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമ്മളെ ഏത് ഭാരം ഇറക്കി വെക്കുവാൻ നമുക്കൊരു അപ്പനുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതെ, മനുഷ്യരോട് നമുക്ക് ഇറക്കി വെക്കുന്നതിനോ അവരോട് പറയുന്നതിനൊക്കെ ഒരു പരിമിതി കാണും. സ്തോത്രം. കാരണം പല പ്രശ്നങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ ഏതു വിഷയത്തെ നമുക്ക് തുറന്നു പറയുക, നമ്മുടെ സാഹചര്യത്തെ, നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സ്തോത്രം അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ സങ്കടത്തെ അറിഞ്ഞതായ ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങളൊക്കെ നാം ആരോടും പറയാനായിട്ട് ആഗ്രഹിക്കത്തില്ല. നമ്മുടെ വിഷയങ്ങളെ പറയും, നമ്മുടെ മറ്റു പല കാര്യങ്ങളെ പറ്റി പറയുമെങ്കിലും ആ വിഷയത്തിനകത്ത് നാം അനുഭവിക്കുന്ന സങ്കടങ്ങളെ ആരോട് പറയാതെ നാം ഒതുക്കി വയ്ക്കാനുണ്ട്. പക്ഷേ അവിടെ നമുക്ക് വ്യക്തമായി പറയുന്നു, തന്റെ ജനത്തിന്റെ സങ്കടത്തെ അറിഞ്ഞതായി ദൈവം. ഈ രാത്രികാലം ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ ആരംഭത്തിൽ വിളിച്ചു പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ സങ്കടത്തെ അറിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലത്രേ ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ അടുത്തുള്ളവർ കാണുന്നില്ലായിരിക്കാം, നമ്മുടെ ജീവിത പങ്കാളികൾ നമ്മുടെ സങ്കടത്തിന്റെ ആഴം അറിയുന്നില്ലായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു വിഷയം കടന്നു വരുമ്പോ ആ സങ്കടത്തിന്റെ ആഴം എത്രയാണെന്നും അതിൽ കൂടി നാം എത്രയധികം വേദനിക്കുന്നുവെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ.
ആ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ചില വിഷയങ്ങൾ കടന്നു വരുന്ന, ചില ഭാരങ്ങൾ കടന്നു വരുന്ന, അതിനകത്തൊക്കെയും ദൈവികമായ കരുതലുകൾ നമ്മുടെ മേൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലം, ഏതെങ്കിലും ഒരു വിഷയത്തെ ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുവാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സകല ചിന്താകുലവും, ഇത് നിങ്ങളെ അലട്ടുന്ന എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, കുടുംബത്തെ പറ്റിയുള്ള വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ, എന്ത് വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ, അതിനെ ഈ പകൽക്ക് രാത്രികാലം നാം കർത്താവിന്റെ മേൽ ഇട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അതേ, നീതിമാൻ കുലുങ്ങിപ്പോൻ അവൻ ഒരു നാളും അവൻ സമ്മതിക്കത്തില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്. പ്രിയതേ മക്കളെ, നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ചുമക്കുന്നു. ഹല്ലേലൂയ. ആ ഭാരങ്ങളെ ചുമന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ സകല വിഷയത്തെയും ഈ രാത്രികാലം ഇട്ടുകൊടുക്കാം. ഹല്ലേലൂയ. നാം ഒന്ന് ഫ്രീ ആകുമ്പോഴാണ് സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. സ്തോത്രം. തക്ക സമയത്ത് പ്രിയതേ മക്കളെ, ദൈവത്തിന്റെ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടും. നാം നിശ്ചയിക്കുന്ന, അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും അധികം ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നാം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഉടനെ പറയും, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല, സ്തോത്രം, ഞാൻ കരഞ്ഞു, ഞാൻ ഉപവസിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും കർത്താവിന്റെ പ്രാർത്ഥന. പക്ഷെ ദൈവത്തിന്റെ ടൈമും നമ്മുടെ ടൈമും തമ്മിൽ ഒത്തിരി ചേഞ്ച് ഉണ്ട്. ദൈവത്തിന്റെ ടൈം എന്ന് പറയുന്നത് തക്ക സമയമാണ്. സ്തോത്രം. നമ്മുടെ സമയം എന്ന് പറയുന്നത് നാം ചെന്ന ഉടനെ കിട്ടണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാം സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോ, എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ ഉണ്ടായിരിക്കുമ്പോ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, നോ, കർത്താവ് അതല്ല ആഗ്രഹിക്കും. ദൈവവചനത്തിൽ വ്യക്തമായി കാണുന്നു, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹിക്കും കൊടുക്കല. ഒരു ദൈവിക കരുതലുകൾ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോ നമുക്ക് ഇതിന്റെ മേൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ സീറയാണെന്ന് പറഞ്ഞ് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുമ്പോഴാണ് മഹത്വപൂർണനായിരിക്കുന്ന കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ജീവിതത്തിൽ ദൈവിക കരുതലുകൾ വെളിപ്പെടുമെന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ ആശ്രയിച്ച ഇടങ്ങളൊക്കെയും അടയപ്പെട്ട് കാണുമായിരിക്കാം. നിങ്ങളെ സഹായിക്കുമെന്ന് ചിന്തിച്ചവരൊക്കെയും നിങ്ങളുടെ മുമ്പിൽ വാതിലൊക്കെ കൊട്ടി അടച്ചു കാണുമായിരിക്കാം. ഇനി മുന്നിലും പിന്നിലോട്ടും പോകാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോ ദിനവർത്തന്ത പുസ്തകത്തിൽ പറയുന്നു, ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഒന്നറിയാം, ഞാൻ എന്റെ കണ്ണ് സ്തോത്രം ദൈവത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. രാത്രികാലം ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയിട്ട് ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കരങ്ങളെ ഉയർത്തി പിടിച്ചിട്ട് ദൈവത്തോട് പറയാമോ, അപ്പാ എന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവേ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന്, ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന്, ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എന്റെ കണ്ണ് ദൈവത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്റെ സ്വകാര്യം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. ആ നാമത്തിങ്കിലേക്ക് ഒന്ന് നോക്കാമോ? അവന്റെ നാമത്തിങ്കിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിങ്കിൽ രക്ഷയുണ്ട്, അവന്റെ നാമത്തിങ്കിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ആ നാമത്തെ നോക്കി കാത്തിരുന്നവരാരും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഹല്ലേലൂയ. നിലവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തത്, നീ കർത്താവിന് വേണ്ടി ചുമട് വെച്ചത്, ഹല്ലേലൂയ, അതേ മറ്റുള്ളവരെ നിന്നെ മാറ്റി നിർത്തിയപ്പോഴും നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന് കാലുകളെ പാതകളെ മുന്നോട്ട് വെച്ച് കർത്താവിനെ പിൻപറ്റിയതിന്, ഹല്ലേലൂയ, നീ മറ്റുള്ളവർ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുവാൻ എന്റെ ദൈവം തമ്മിൽ അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുത്തി തന്ന് ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കലവറകളെ ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ചില മാനുഷികമായി കരുതലുകൾ അവസാനിച്ചു എന്ന് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ചിലതൊക്കെ ദൈവം അടയ്ക്കുന്നത്, പ്രിയ ദൈവമക്കളെ, അവരും ഇവരും നമ്മെ സഹായിച്ചിട്ട് നമ്മുടെ ഇന്നടുത്ത് എത്തി, ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചു, എന്റെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടായി എന്ന് പിൻകാലത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടിയാ.
ഹല്ലേലൂയ. നാം എവിടെ ഉയരത്തിലെത്തിയാലും സ്ഥാനങ്ങളും മാനങ്ങളും അവകാശവാദങ്ങളും ഉയർത്തുവാനായിട്ട് മറ്റുള്ളവർ കടന്നു വരും. പക്ഷേ നിന്നെ ഉയർത്തുവാൻ നിന്നെ താഴ്ത്തിയവരുടെ മധ്യത്തിൽ, നിന്നെ അയോഗ്യനെന്ന് കണ്ടവരുടെ മധ്യത്തിൽ ദൈവത്തിന് ഉയർത്തണമെങ്കിൽ സ്തോത്രം, ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവം ചിലതിനെയൊക്കെ നമ്മുടെ മുമ്പിൽ അടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ രാത്രികാലം പറയട്ടെ, അതേ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേൽ ഇട്ടുകൊടുക്കുക. നമ്മൾ ഒന്ന് ഫ്രീ ആയി തീരുക. സ്തോത്ര. അതേ ഹല്ലേലൂയ. കർത്താവ് ചില വിഷയങ്ങളെ ഏറ്റെടുത്തു എന്നുള്ള ഉറപ്പോട് ധൈര്യത്തോട് കൂടി നാം നിൽക്കുവാൻ തയ്യാറായ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വിടുതലുകള് ഈ രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ട ഒരു ഭവനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. സ്തോത്ര. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 2-ാം വാക്യത്തിൽ, നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോ മണവാളനെ വിളിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി സുപരിചിതമായ ഒരു ഭാഗമാണ്. സ്തോത്രം. പക്ഷെ ഈ വചനത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു കാര്യം എത്ര സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ രാത്രിക്കാലം നാം ചിന്തിക്കുക. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു സ്തോത്ര, ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മയുടെ ഉണ്ടായിരുന്നു. യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ കർത്താവിനെ ക്ഷണിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അതേ സ്തോത്രം. കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ, നിന്റെ എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം അസ്തമിച്ചു നിൽക്കുമ്പോ, പകച്ചു നിൽക്കുമ്പോ അതിനകത്ത് ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടും. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഒരിക്കലും ആ കാനാവിലെ, ആ ഗലീലെ കാനാവിൽ ഒരിക്കലും അവിടെ വീഞ്ഞു തീരാനായിട്ടുള്ള സാധ്യതയില്ല. നാം പല രീതിയിൽ നാം മെസ്സേജ് ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ വീഞ്ഞു തീർന്നു പോയി. നമുക്കറിയാം, ഒരു വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളൊക്കെ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അത് വാങ്ങിക്കണമെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അതിനൊന്നും ഒരു ടൈമില്ല. കാരണം എന്താ? ഇങ്ങനെ ഒരാളുടെ പിറകെ ഒരാളായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്തുകൊണ്ട് വരികയാ. സ്തോത്രം. ഈ വിഷയത്തെ അവരുടെ മുമ്പിൽ ഒരു പരിഹാസമായി വരാതെ വണ്ണം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. അവിടെ കാണുന്നു, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. പ്രിയതേ മക്കളെ, നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നെ തല കുനിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോ, നിന്റെ വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ ഇട്ടുകൊടുക്കാതെ വേണം പരിഹരിക്കുന്ന ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ കർത്താവുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം. സ്തോത്രം. അവിടെ നമുക്ക് ആ വചനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവിടെ സ്തോത്രം, ശുശ്രൂഷക്കാർ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അടുത്ത് വീഞ്ഞ് വരേണ്ട ഒരു ടൈമുണ്ട്. പക്ഷേ ആ വീഞ്ഞിൽ തൊട്ടാൽ മുമ്പായി പോകുന്ന ഫുഡ് കൊടുത്തു കഴിയുമ്പോ അടുത്ത് വരേണ്ട വീഞ്ഞാണ്. പക്ഷേ അവിടെ ഒരു സ്റ്റോപ്പ് വരാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ ഒരു സ്റ്റോപ്പ്, ഒരു ഗ്യാപ്പ് വന്നിരുന്നുവെങ്കിൽ അവിടെ ഉള്ള എന്ത് ചെയ്യുന്നു? വിരുന്നുമായി അറിഞ്ഞനെ. സ്തോത്രം. നാം രാത്രികാലം വ്യക്തമായി ചിന്തിക്കുക. സ്തോത്രം. അതേ സ്തോത്രം. ഇവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് വിരുന്നുമായി അറിഞ്ഞന. പക്ഷേ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇടാത്ത വേണം മറ്റ് ജനത്തിന് ആ ഭവനത്തെ നിന്ദിക്കുവാനായിട്ട് ഒരു അവസരം കൊടുക്കാതെ വേണം ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തുകൊണ്ട്, അതെ, മൂന്നാമത്തെ ഒരാൾ അറിയുവാൻ ഇടയാക്കാതെ വേണം. നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിൽ എന്തെങ്കിലും ഒരല്പ കുറവ് വന്നു കഴിഞ്ഞാൽ അതേ സ്തോത്രം കഴിച്ചുകൊണ്ട് പോയവരും ഇനി കഴിക്കാനുള്ളവരും എല്ലാവരും കുറ്റം പറയും. എന്തെങ്കിലും ഒരു അല്പസാധനമായിരിക്കും കുറയുന്നത്. നമുക്ക് നാട്ടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാന്നുള്ള കാര്യമാണ്. സ്തോത്രം. കഴിച്ചവരും പറയും ഞങ്ങൾക്കും കിട്ടിയില്ല എന്നേ പറയുള്ളൂ. ആ ഭവനത്തെ എത്രത്തോളം സ്തോത്രം നിന്ദിക്കാമോ അത്രത്തോളം നിന്ദിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അതിനൊരു അവസരം കൊടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല.
എന്റെ സ്വർഗത്തിലെ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടു. അവിടെ കാണുന്നു ശുശ്രൂഷക്കാരല്ലാതെ. ഓ ജീസസ്, ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്റെ വിഷയത്തെ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടിട്ട്, ലോകത്തിന്റെ മുമ്പാകെ നിന്റെ കുടുംബത്തെ ഒരു പരസ്യ കോലമാക്കുമെന്ന് പറഞ്ഞ് ശത്രു വാദിക്കുവാനായിട്ട് ഇടയെ തീരുമ്പോ ഈ രാത്രികാലം ആരോടൊക്കെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നവനെ നീ ക്ഷണിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ വിഷയം മൂന്നാം ഒരാൾ അറിയുവാൻ ഇടയാക്കാത്തവണ എന്റെ ഉടയവൻ അതിനെ പരിഹരിക്കും. ഹല്ലേലൂയ. അതെ, അവിടെ ഒരു ചർച്ചയ്ക്കോ ഇല്ലെങ്കിൽ അവിടെ ഒരു കുറവ് വന്നോ എന്നോ ആരും തന്നെ അറിയാൻ ഇടയാക്കാതെ വേണം എന്റെ ദൈവം തമ്പുരാൻ സ്തോത്രം ആ വിഷയത്തെ സോൾവ് ചെയ്ത്. ഇതാ എന്റെ കർത്താവിന്റെ പ്രത്യേകത, ഇതാ കർത്താവിന്റെ തക്ക സമയം എന്ന് പറയുന്നത്. വേണമെങ്കിൽ കർത്താവിന് അവിടെ ചെന്നോടനെ ഞാൻ കുറച്ച് നല്ല വീഞ്ഞുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കൊടുത്തു. അത് നോ, കർത്താവ് അതൊന്നും ചെയ്തില്ല. കർത്താവ് അവിടെ വെയിറ്റ് ചെയ്തു. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ടൈം ആയില്ല, എന്റെ നായിക ഇതുവരും വന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ആ ഭവനത്തെ നിന്ന് കേൾപ്പിച്ചു കൊടുക്കാതെ വേണം കർത്താവിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ പ്രിയ മക്കളെ, ശത്രു നിന്നെ നിന്ദിക്കുവാൻ കൊണ്ട് ചില വിഷയങ്ങൾ കടന്നു വരുമ്പോ ആ വിഷയം മുഖാന്തരം എന്റെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കപ്പെടുകയും നിന്റെ ഭവനം ഉയർത്തപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അതേ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ, സകലത് നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം. ശത്രു നിന്റെ തിന്മയ്ക്കായി കൊണ്ടുവരുന്നതായിരിക്കാം, നിന്റെ അപമാനത്തിന് കൊണ്ടുവരുന്നതായിരിക്കാം, നിന്റെ പേരിനെ കളങ്കം വരുത്തുവാൻ കൊണ്ടുവരുന്നതായിരിക്കാം. ഈ രാത്രികൾ പരിശുദ്ധാത്മ വ്യക്തമായി ചിലതിനോട് വിളിച്ചു പറയുന്നു, നിന്റെ പേരിനെ കളങ്കം വരുത്തുക, നിന്റെ ജീവിതത്തെ കടന്നുവിട്ട ചില വിഷയങ്ങളെ എന്റെ ദൈവം ഈ രാത്രികാലം കൈകാര്യം ചെയ്യുക. അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തുവാനും നാറ്റം വച്ചു എന്ന് പറയാതെ വേണ, അല്ലെങ്കിൽ സ്തോത്രം നിന്ദിക്കപ്പെട്ടു എന്ന് പറയുവാൻ ഇടയാകാതെ വേണ, എന്റെ ദൈവം അതിനകത്ത് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക രീതി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ രാത്രികാലം ചില ദൈവപ്രവൃത്തിക്ക് വെളിപ്പെടും. അവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു ഇതിനെ അടയാളങ്ങൾ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഇതാ ദൈവത്തിന്റെ തക്ക സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ മുമ്പിലുള്ള വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. സ്തോത്രം. നമ്മുടെ വിഷയങ്ങളെ നമുക്ക് കഴിഞ്ഞ നാളത്തെ മാത്രമേ അറിയാവൂ, ഇപ്പൊ കടന്നു പോകുന്ന വിഷയങ്ങൾ അറിയാവൂ. അടുത്ത നിമിഷം നമുക്ക് എന്താ വരുന്നത്, നമുക്ക് എന്താ കുറവ് വരാൻ പോകുന്നത്, എന്തൊക്കെ വിഷയത്തിന്റെ മധ്യത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ വീണ്ടെടുത്ത ഉടയവൻ അറിയാം. സ്തോത്ര, നിനക്ക് ഇന്ന ദിവസം ഇന്നൊരു വിഷയം വരുമെന്ന്, അവിടെ എന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്നും ഉടയവൻ അറിയാം. സ്തോത്ര, ആ കറക്റ്റ് ടൈമിനകത്ത് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കഴിഞ്ഞ നാളുകളെ എന്നെ വിടുവിച്ചവേ, ഇന്ന് എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെയും എന്നെ വിടുവിപ്പാൻ ശക്തനത്രേ. ഹല്ലേലൂയ. നിന്നെ ലോകത്തിന്റെ മുമ്പാകെ ഒരു നിന്നയ്ക്ക് വിടത്തില്ല പ്രിയ ദൈവമക്കളെ. അതേ സ്തോത്രം, പരിഹാസമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നാം ഈ ഭാഗം വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗലീലയിലെ കാനാവിൽ വിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടില്ല എങ്കിൽ ഈ പേര് തന്നെ സ്തോത്രം അവിടെ കളങ്കം വരുത്തി ആ പേരിനെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് ശത്രു പദ്ധതി ഇട്ടപ്പോ എന്റെ ദൈവത്തിന്റെ മഹത്വമായിട്ട് ഇന്ന് സ്തോത്രം അറിയപ്പെടാനിടയായി തീരുന്നുവെങ്കിൽ ചില വേദനകൾ, ചില പ്രയാസങ്ങൾ കടന്നു വന്നത് നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ വെളിപ്പെടുന്നതിന് കാരണമായി തീരും. എന്നോട് പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയാൻ പറയുന്നു, ചിലരുടെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. അതേ 2025 തീരുന്നതിന് മുമ്പേ കഴിഞ്ഞ 9-10 മാസക്കാല നിന്ദിക്കപ്പെട്ട ചില വിഷയങ്ങളുടെ മധ്യത്തിൽ, വേദന അനുഭവിച്ച ചില വിഷയങ്ങളുടെ മധ്യത്തിൽ, അതെ 2025 തീരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ, ദൈവത്തിന്റെ ഗ്ലോറിയസ് ഹല്ലേലൂയ നിങ്ങളുടെ തലമുറയുടെ മേല് എന്റെ ഉടയവൻ വെളിപ്പെടുത്താൻ ശക്തനത്രേ. ഹല്ലേലൂയ. ചിലരുടെ ഭവനത്തിന്റെ അവസ്ഥകളെ ദൈവം ഈ രാത്രികാല തുടച്ചു മാറ്റുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. എന്ത് ചെയ്തിട്ടും ഏത് ചെയ്തിട്ടും പരാജയം, മറ്റുള്ളവർ മുമ്പ് നിന്ദകൾ, മറ്റുള്ളവർ മുമ്പാകെ തല കുനിച്ച് നടക്കുന്ന വിഷയങ്ങൾ ഈ രാത്രിക്കാൾ പരിശുദ്ധാത്മ ചിലതിനെ വേരോടെ എടുത്ത് മാറ്റുകയെ. സ്തോത്ര, ചിലരുടെ പേരുകളെ ദൈവം ഇന്ന് സ്തോത്രം കർത്താവുമായുള്ള ബന്ധത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പോകുക. രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയതേ മക്കളെ, നിന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ.
കർത്താവിനെ ക്ഷണിച്ചത് വെറുതെയല്ല. സ്തോത്രം. അതേ സ്തോത്ര, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് കർത്താവ് തെളിയിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാധിച്ചതും നാം കർത്താവിന് വേണ്ടി നിന്നതും പ്രവർത്തിച്ചതൊക്കെയും സ്തോത്രം ദൈവം കണക്കിടുവാൻ സ്തോത്രം മതിയായ ദൈവമത്രേ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. സ്തോത്രം. അടുത്തൊരു ഭാഗത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. സ്തോത്രം. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. സ്തോത്രം. അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ട അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്തോത്രം. പ്രിയതേ മക്കൾ, ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചിറക്കിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവരുടെ ജീവിതത്തിനകത്ത് വേണ്ടതൊക്കെയും ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞു, കർത്താവിനെ ക്ഷണിച്ചവരുടെ ജീവിതത്തിനകത്ത് തക്ക സമയത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. രണ്ടാമത് ഞാൻ പറയട്ടെ. സ്തോത്രം. അതേ സ്തോത്രം. ദൈവജനത്തിനു വേണ്ടി, വാഗ്ദത്ത ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ കരുതൽ ദൈവം വെളിപ്പെടുത്തും. അതിന്റെ സ്തോത്രം സംഖ്യാപുസ്തകം 11-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 31-ാം വാക്യത്തിൽ വരുന്നപ്പോ, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തു പറന്നു നിൽക്കുമാറാക്കി. സ്തോത്രം. പ്രിയതേ മക്കളെ, ഇതാ കർത്താവിന്റെ കരുതൽ എന്ന് പറയുന്നത്. തന്റെ ജനത്തെ ദൈവം വിളിച്ചിറക്കി വന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ആവശ്യമായത് സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ കിടന്ന സ്തോത്രം. ഹല്ലേലൂയ. തിമിംഗലങ്ങളെ തലകളെ തകർത്തു. ലിബിയ തന്റെ തലകളെ ഉടച്ച് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. തന്റെ ജനത്തിനു വേണ്ടി ദൈവം അനുഗ്രഹത്തിന്റെ കാറ്റുകളെ അടുപ്പിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഇസ്രായേൽ ജനം എവിടെയാണ് ഇരുന്നത് അവിടെ എത്തേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ കാറ്റിനെ അടുപ്പിച്ചു. ഹല്ലേലൂയ. അവർക്ക് കൈയെത്തി പിടിക്കത്തക്ക രീതി അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. 2 മുഴം അടുത്തു. ഹല്ലേലൂയ. ആർക്കും കിട്ടിയില്ല എന്ന് പറയുവാൻ ഇടയാകാത്ത വണ്ണം എല്ലാവർക്കും കരം കൊണ്ട് പിടിച്ച് എടുക്കത്തക്ക രീതി ദൈവത്തിന്റെ കരുതലിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തുന്നു. ഈ രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നീ ദൈവീയ വാഗ്ദത്വമായിട്ട് മുന്നോട്ട് പോകുമ്പോ നിനക്ക് വേണ്ടതൊക്കെ എന്റെ ഉടയവൻ നിന്റെ അടുക്കൽ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീര. അതിന് കാറ്റിനെ അടിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീര. അതേ തിമിംഗലങ്ങളുടെ തലകളെ തകർത്ത് ലിബിയന്റെ തലകളെ ഉടച്ച് കാടകളെ കൊണ്ടുവന്ന് തന്റെ ജനത്തിന് വേണ്ടി കൊണ്ട് പോഷിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടണം. അവിടെ കാറ്റിനെ ദൈവം അടുപ്പിക്കുവാനായിട്ടിടയത്തിനും ആ കാറ്റിന്റെ ദിശ മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നാം കർത്താവിന്റെ സ്വനി വിശ്വസ്തയോടെ ആയിരിക്കുക. നാം ഉറപ്പോട് കൂടി ആയിരിക്കുക. സ്തോത്രം. നമ്മെ വിളിച്ചിറക്കിയത് ആരാണ് എന്ന് ഒരു ഉറപ്പോട് കൂടി, നീ ധൈര്യത്തോടു കൂടി. ഹല്ലേലൂയ. സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോൾ, മുന്നിലും പിന്നിലും പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മുഖത്തു നോക്കി ഞാൻ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ കരുതലുകൾ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ. ഹല്ലേലൂയ. അതേ. അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പാളയത്തിന് ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തു പറന്നു നിൽക്കുമാറാക്കി. ഹല്ലേലൂയ. അവർക്ക് കൈയെത്തി പിടിക്കത്തക്ക രീതിയിൽ അവർക്ക് വേറെ ഒരിടത്തും പോകേണ്ടി വന്നില്ല. ഇതാ നീ എവിടെ ആയിരിക്കുന്നു അവിടെ ദൈവത്തിന്റെ കരം ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. ചില കാറ്റുകളെ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് വേണ്ടി അടുപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉറച്ചു വിശ്വസിക്കുക. ദൈവവചനത്തിന്റെ ശക്തി, പ്രിയ ദൈവമക്കളെ, അത് എങ്ങനെയാണ് നാം വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടുവെങ്കിൽ ശുദ്ധജനമായിരിക്കുന്ന കർത്താവിന്റെ ജീവനെ
തന്ന് നമ്മെ പ്രിയ മക്കളാക്കി തീർത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. നാം അലയുവാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവർ മുമ്പാകെ ചെന്ന് തലകുനിച്ച് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രികൾ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. അതെ, നീ കർത്താവിലേക്ക് ഇറങ്ങി തിരിച്ചത് മുഖാന്തരം നീ അലയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടത് ദൈവത്തമ്പുരെ കരുതി വച്ചിട്ടുണ്ട്. ആ കരുതലുകൾ തക്ക സമയത്ത് നിങ്ങളുടെ കൂടാരത്തിന്റെ മുമ്പിൽ വന്ന് എത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ചില ദൈവ പ്രവർത്തികൾ, ഹല്ലേലൂയ, അതേ മുട്ടിയ വാതിലുകളൊക്കെ അടയപ്പെട്ട് കാണുമായിരിക്കും. പക്ഷേ അത് അടയപ്പെട്ടത് നല്ലതെന്ന് നീ ചിന്തിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. പ്രവാചകന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന ഒരു വിടുതന്നെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏലിയാവ് ദൈവസ്വത്വമായി നിന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുതലുകളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗിലെയാദിലെ തിസ്ബ്യനിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാക്കിയില്ലെന്ന് അതിശബ്ദത്തോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവാചകനായിട്ട്, ദൈവത്തിന്റെ സത്വമായിട്ട്, അതേ യാതൊരു ഭയവും കൂടാതെ വേണ അതേ സ്തോത്ര രാജാവിന്റെ മുമ്പിൽ കയറി പറഞ്ഞ ഒരു ദൈവ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. ദൈവം നമ്മോട് എന്തു പറയുന്നുവോ നാം അതിനെ ഫോളോ ചെയ്യുക, അതിനെ നാം വിളിച്ചു പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാം ഇതിനകത്ത് ശുശ്രൂഷക്കാർ ഒത്തിരി ഉണ്ടെന്ന്. നമ്മൾ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാവി എന്തായിത്തീരും, നമുക്കിനി മീറ്റിങ്ങുകൾ കിട്ടുമോ, എനിക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുമോ എന്ന് നോക്കി നാം ആരെയും പിടിച്ചു നിൽക്കേണ്ട. കാരണം വചനത്തെ വളച്ചൊടിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഈ വചനത്തിനകത്ത് നാം നിൽക്കുവാൻ തയ്യാറാകുമ്പോ, ഈ വചനത്തെ അതേ രീതി നാം പറയുവാനായിട്ട് ഇടയായി തീരുമ്പോ നമുക്ക് വേണ്ടിയുള്ളത് ദൈവം ഒരുക്കി തരും. സ്തോത്രം. ഹല്ലേലൂയ. നാം നോക്കി നടക്കേണ്ടി വരികയില്ല. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തനിക്ക് ജീവൻ ആപത്ത് വരുമ്പോ തന്നെ ആര് സംരക്ഷിക്കും? ഇതൊന്നും തന്റെ ഒരു വിഷയമല്ല. കേട്ട ദൈവ ശബ്ദത്തെ താൻ വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യഹോവയുടെ അരുളപ്പാട് ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടി നീ കുടിച്ചു കൊള്ളേണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിനെ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതേ ദൈവശബ്ദം കേട്ട് ദൈവശബ്ദത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പേഴ്സുകൾ ശൂന്യമായിരിക്കാം, നിങ്ങൾക്ക് അഭയം പ്രാപിപ്പാൻ ഒരു ഇടം ഇല്ലായിരിക്കാം. പക്ഷേ നീ എവിടെ പാർക്കണം, നീ എവിടെ ആയിരിക്കണമെന്ന്, നീ എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയതേ മക്കൾ, എവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നീ അവിടെ കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. പാർക്കേണ്ട സ്ഥലത്തെ ദൈവം തമ്പുരാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്ന അനുഭവം കാണുന്നു. അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കുടിക്കണം, എന്ത് തിന്നണം എന്നവിടെ പറയുന്നു. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കാക്ക രാവിലെയും അപ്പവും ഇറച്ചിയും, വൈകുന്നേരത്തും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. അവ തോട്ടിൽ നിന്ന് കുടിക്കുന്ന ഒരു അനുഭവം. പ്രിയതേ മക്കളെ, ദൈവസത്വമായി നിൽക്കുന്ന ദൈവവൈദ്യന്റെ ജീവിതം ഒരു പ്രത്യേകതയാണ്. അവൻ എവിടെ പാർക്കണം, അവൻ എന്ത് തിന്നണം, അവൻ എന്ത് കുടിക്കണം, ഇതൊക്കെയും ദൈവം തമ്മിൽ റൂട്ടും മാറ്റും. ഹല്ലേലൂയ. നാം ഒരു ദൈവസ്വത്വമായിട്ട് നാം ദൈവസ്വനി നിൽക്കുവാനായിട്ട് എത്തുമ്പോ ഇന്നലെ വരെ നമ്മുടെ ലൈഫ് എന്തായിരുന്നു, ആ റൂട്ടിനെ ദൈവം തമ്മിൽ അങ്ങ് ചേഞ്ച് ചെയ്യും. കാരണം നമ്മെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കുക. സ്തോത്രം. നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട, നമ്മെ സുരക്ഷിതമായിട്ട് കാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം കർത്താവിൻ്റെതാക്കി മാറ്റുകയാണ്. കർത്താവ് നോക്കുന്ന ഒരു കാര്യമുള്ളൂ, കർത്താവിന്റെ സ്വത്വമായിട്ട് ഞാനും നിങ്ങളും നിൽക്കുന്നുണ്ടോ എന്ന്. സ്തോത്രം. പലപ്പോഴും ദൈവിക കരുതലുകൾ, ദൈവവേലയുമായി ബന്ധത്തിൽ നിന്നിട്ട് പല വിടുതലുകളും നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ
കർത്താവ് പറയുന്നിടത്ത് നാം എത്താത്തത് കൊണ്ടാ, കർത്താവ് പറയുന്നിടത്ത് നാം ഇരിക്കാത്തത് കൊണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് ആ ഒരുക്കുന്ന പ്ലേസിൽ നാം ഇരുന്ന, കർത്താവ് പറയുന്ന ഇടത്ത് 3.5 മാസം അവിടെ എന്ത് ചെയ്തു? അവിടെ കെരീതിൽ അനുഭവത്തിൽ ഏലിയാവിന് ഇരിക്കേണ്ടി വന്നു. പക്ഷേ ഏലിയാവിന് ഒന്നിനും ഒരു മുടക്കം വന്നില്ല. കെരീത്, ഹല്ലേലൂയ, സ്തോത്രം, അവന് വേണ്ടതിന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയതേ മക്കളെ, ചില കെരീതിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചില സമയം നാം ഒളിച്ചിരിക്കേണ്ടി വരും. വചനത്തെ വ്യക്തമായി പറയുന്നു, അവ എന്ത് ചെയ്യുന്നു? നമ്മെ ഒളിപ്പിച്ചിരുത്തുന്നത് എന്തിനു വേണ്ടിയാ? സ്തോത്രം. ഒരു മിന്നുന്ന അമ്പായിട്ട് ഞാൻ നിങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങൾ കർത്താവ് നമ്മെ ഉറപ്പിക്കും. കാരണം എന്താ? അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ശുശ്രൂഷ. അടുത്തൊരു മേഖല നമ്മുടെ മേൽ തുറക്കേണ്ടതിനായിട്ട്, അതേ സ്തോത്രം, അടുത്തൊരു ഘട്ടം നമ്മുടെ മേൽ തുറക്കേണ്ടതിനായിട്ട് ദൈവം ചിലടത്ത് ഒളിപ്പിച്ചിരുത്തും. അവിടെ നാം മൗനമായിട്ട്, അയ്യോ ഒരു ശുശ്രൂഷ കഴിഞ്ഞു, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അതേ സ്തോത്രം, ഒരു ശുശ്രൂഷ കഴിഞ്ഞു, അയ്യോ ഇനി മീറ്റിങ്ങുകളൊന്നും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് നാം പലരെയും വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പോണ്ട. നിന്നോടടുത്ത് ഒളിച്ചിരിക്കാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവിടെ ഇരുന്നാ മതി, നിനക്ക് വേണ്ട കോളിങ് അവിടെ വരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരു ടൈം വച്ചിട്ടുണ്ടായിരിക്കും. ആ ടൈമിനകത്ത് നീ അവിടെ ഇരുന്നാ മതി, നിന്നെ തേടി കോളുകൾ വരും. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് നിന്നോട് പുറപ്പെടാനായിട്ട് പറയും. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു പ്രവചന ശബ്ദമായി ദേശത്തോട് വിളിച്ചു പറഞ്ഞ ഏലിയാവിന്റെ ജീവിതത്തിനകത്ത് അവിടെ കൊണ്ട് ശുശ്രൂഷ തീർന്നില്ല. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, 2 ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവ സാറാഫത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. നമ്മുടെ ശുശ്രൂഷയുടെ തലങ്ങളെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും ദൈവം. ഹല്ലേലൂയ. രാത്രികാലം ഞാൻ പറയട്ടെ, കാക്കയോട് കൽപ്പിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കറിയാം, ഒരു കാക്ക, അതായത് അവിടെ നമുക്ക് ക്ഷാമമുള്ള കാലമാണ്, ഒരു മനുഷ്യരുടെ കരത്തിൽ കൊടുത്തു വിട്ടാൽ പോലും അപ്പം ഏലിയാവിന്റെ കൈ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടുപുറത്ത് കാക്കയോട് വായിക്കാത്ത എന്തെങ്കിലും ഭക്ഷണം ഇരുന്ന് കഴിഞ്ഞാൽ ആ കാക്ക ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ കൂട്ടത്തോട് ഒത്തിരി കാക്കകൾ പറന്നു വരും. അതിനെ എന്ത് ചെയ്യുന്നു? തട്ടിപ്പറിക്കുവാനായിട്ട് ഇടയത്തിനും. പ്രിയതേ മക്കളെ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കാക്കയോട് കൽപ്പിച്ചു. കാക്ക രാവിലെയും വൈകുന്നേരം അപ്പവും ഇറച്ചിയുമായിട്ട് ഏലിയാവിന്റെ അടുക്കൽ വരുന്നു. അതെ, വഴിയിൽ പതിയിരിക്കുന്ന ദുഷ്ടങ്ങൾ ഒന്നും തട്ടിപ്പറിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഈ രാത്രിക്കാലം എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ദൂത വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് അതേ റൂട്ട് തെറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആർക്കും പകുതി വഴി വച്ച് തട്ടിപ്പറിച്ചു കൊണ്ടു പോകുക എന്റെ ഉടയവൻ ഇടയാക്കത്തില്ല. നിന്നോട് എവിടെ ഒളിച്ചിരിക്കുവാൻ പറഞ്ഞോ, നിന്നോട് എവിടെ ഇരിക്കുവാൻ പറഞ്ഞോ, അവിടെ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഉള്ളതിനെ ദൈവം അവിടെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നീ അത് വാങ്ങിച്ചു ഉപയോഗിച്ചാ മതി, നീ അത് വാങ്ങിച്ചു ഉപയോഗിച്ചാ മതി. രാത്രിക്കാലം എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പറയാ, കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നിന്റെ കരത്തിൽ വരേണ്ട നന്മ, നിന്റെ അടുക്കൽ വരേണ്ട വിടുതലുകൾ പകുതി വഴി നീ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് നിന്റെ അടുക്കൽ എത്താതവണ പലരുടെ വാക്കുകൾ കൊണ്ട്, പലരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ രാത്രിക്കാലം ദൂത് നിന്നോട് വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് പകുതി വഴി വെച്ച് ആരും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാതെ നിന്റെ അടുക്കിലേക്ക് എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, നിന്റെ കരുതന്റെ ദൈവം വെളിപ്പെടുത്തുന്ന രാത്രികാലം അത്രേ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കരുതലുകൾ തന്റെ ജനത്തിന്റെ കരത്തിന്മേൽ ലഭിക്കട്ടെ കർത്താവേ. ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ടും പ്രതീക്ഷകൾ നഷ്ടപ്പെടുമാറ്, അതേ സ്തോത്രം, കയ്യിലെത്തുമെന്ന് ചിന്തിച്ചത് കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാതെ ചിതറിച്ചു കളഞ്ഞ ചില അനുഭവത്തിന്റെ നടുവേ നിരാശയോടെ ഇരിക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് ദൂത വിളിച്ചു പറയുക, അതേ സ്തോത്രം, ഹല്ലേലൂയ, ഉടയവൻ കൽപ്പിച്ചത് നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. വഴി വെച്ച് തെറ്റിച്ചു കളഞ്ഞ ചില അന്ധകാര മണ്ഡലങ്ങളെ, അതാ ചില പൈശാചിക ശക്തികളെ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. ചില മാനുഷ്യ വാക്കുകളെ ദൈവത്തോടെ ബന്ധിക്കുക. രാത്രികാലം അസാധാരണമായ ചില ദൈവിക കരുതലുകൾ ദൈവം നിന്നോട് കൽപ്പിച്ചതാണ്.
നീ ഇരിക്കാൻ പറഞ്ഞ ഇടത്തേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ചിലതൊക്കെ പോയി കാണുമായിരിക്കും, പക്ഷെ പൊയ്ക്കൊള്ളട്ടെ. രാത്രികൾ പരിശുദ്ധാത്മാ പറയുന്നു, അതേ നീ ഒളിച്ചിരുന്നാ മതി. ഹല്ലേലൂയ. അവിടെ എത്തും, അവിടെ എത്തും. ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും പ്രിയതേ മക്കളെ. ഹല്ലേലൂയ. അതേ ചിലതൊക്കെ പറിച്ചു പിന്നെ ചിന്തിക്ക് നിന്റെ കരത്തിൽ വരാതെ വണ്ണം, ചില നന്മകൾ വരാതെ വണ്ണം സ്തോത്രം ചിതറിച്ച് കളയുവാനായിട്ട് ചില കൂട്ടം കൂടി നിൽക്കുമ്പോ ഈ രാത്രികൾ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിന്റെ കരുതന്റെ മേൽ വെളിപ്പെട്ട ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്ന അതിന് ആർക്കും അടപ്പാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പക്കത്തന്നെ വന്നു ചേരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ നിന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഒരു ടൈം കഴിഞ്ഞപ്പോ ഏലിയാവിനോട് യഹോവയായ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാറാഫത്തിലേക്ക് ചെല്ലുക. ആ ഒരു 3.5 മാസത്തെ അതേ ഒരു സ്തോത്ര കെരീതിന്റെ ഒരു പ്രവാസം കഴിഞ്ഞു. അവിടെ വേണ്ടത് കൊടുത്തു. സ്തോത്രം. പക്ഷെ അടുത്തത് എന്തോ പറയുന്നത് അതേ സ്തോത്രം ഒരു വിധവയുടെ ഭവനത്തിലേക്ക് അവിടെ ഒരു ശുശ്രൂഷയുടെ തലത്തെ ദൈവം തുറക്കിയ കാരണം എന്താ? സ്തോത്രം. അവിടെ അല്പം ഭരണിയിൽ എണ്ണയും മാവുമായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു കുഞ്ഞും അവിടെ ഉണ്ട്. സ്തോത്രം. അവരത് ഒരപ്പം ഉണ്ടാക്കിയിട്ട് മരിക്കുവാനായിട്ട് ഒരുക്കത്തോടെ ഇരിക്കുക. അപ്പോഴാ ഏലിയാവിന്റെ സ്തോത്രം വിസിറ്റിംഗ് അവിടെ നടക്കുന്നത്. പ്രിയതേ മക്കളെ, രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഒരു ടൈമിൽ നിനക്ക് വേണ്ടി കരുതൽ വെളിപ്പെട്ടുവെങ്കിൽ ദൈവം അടുത്തൊരു ടേൺ നിന്റെ മുമ്പിൽ തുറക്കുന്നത്, നിന്നെ ചിലടത്ത് എത്തിക്കുന്നത്, നീ കാലെടുത്ത് വയ്ക്കുന്നത് മുഖാന്തരം ചില ഭവനത്തിന് വിടുതലായിത്തീരും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ നമ്മെ ചിലടത്ത് ഒളിച്ചിരിക്കാൻ ദൈവം പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ വേണ്ടതൊക്കെ ദൈവം തരും. പക്ഷേ അടുത്ത സ്റ്റാർട്ടിങ് നിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ചിലന്റെ ജീവനെ വെല്ലുവിളി നടത്തുവാൻ, ചില മരണക്കെണികളുടെ അകത്തു നിന്ന് ചില കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, നിന്റെ കാലുകളെ ബലപ്പെടുത്തി കർത്താവ് ചില ഭവനങ്ങളുടെ അകത്തേക്ക് നിനക്ക് വേണ്ടി എൻട്രി തരും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ യുവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയ സഹോദരനോട് പരിശുദ്ധാത്മ രാത്രികാലം പറയ, നിന്റെ കാലുകളിന്മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. നീ പലർക്കും ഒരു അത്ഭുതമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. സ്തോത്ര. അതെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. 2 ഘട്ടമായിട്ട് ഒരു ദൈവ പ്രവർത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിയ. 1-ാം ഘട്ടം ചിലപ്പോൾ നിനക്ക് ചില വേദനകളും ചില പ്രയാസങ്ങളും കടന്നു വരും. പക്ഷേ അവിടെ നീ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ പ്രാർത്ഥനയുടെ രാത്രികാലമാക്കി തീർത്തുകൊണ്ട് നീ മുന്നേറുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഏലിയാവിനോട് ഇടപെട്ടതുപോലെ അസാധാരണമായ ചില കൈമാറ്റങ്ങൾ ഈ അന്ത്യകാലഘട്ടത്തെ ഏലിയാവിന്റെ ആത്മാവെന്നത് പോലെ നിന്റെ മേൽ ചില പുതപ്പുകളെ പരിശുദ്ധാത്മാവ് ഇടുവാനായിട്ട് ഇടയായിത്തീര. അവിടെ നിന്ന് നീ പുറത്തു വരുമ്പോ പരിശുദ്ധാത്മാവിനോട് പറയുന്ന സ്തോത്ര ഹല്ലേലൂയ, നിന്റെ പേര് മാറുന്ന രീതിയിൽ നിന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ ദൈവത്തെ ഓപ്പൺ ചെയ്യുവാനായിട്ട് ഇടയായിത്തീര. ഈ രാത്രികാലം മുതൽ ചില ഓപ്പണൊക്കെ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുക. ഹല്ലേലൂയ. നിന്റെ കണ്ണിന്റെ നോട്ടത്തെ ദൈവം മാറ്റുമെന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക. സ്തോത്രം. എല്ലാരും ചില വിഷയങ്ങളെ കാണുന്നത് പോലെ നിന്റെ കണ്ണുകൊണ്ട് ചില വിഷയങ്ങളെ കാണാൻ ദൈവം അനുവദിക്കത്തില്ല. നീ വ്യത്യസ്തനെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം ഇടപെടുക. സ്തോത്രം. ഈ രാത്രികാലം നിന്റെ കണ്ണിന്മേൽ അസാധാരണമായ ഒരു പവർ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവത്തിന്റെ കൃപ ഈ രാത്രികാലം നിന്നെ തൊടുക്കുക. സ്തോത്ര. അതെ, ചിലതിന്റെയൊക്കെ കണ്ണുനീരിന്റെ മറുപടി എന്നതുപോലെ ഈ രാത്രികാലം മുതൽ നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ തൈലം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുത്തുക. നിന്റെ കണ്ണുകൊണ്ട് ഈ രാത്രികാലം മുതൽ നീ ചില ദർശനങ്ങൾ കണ്ടു തുടങ്ങും. ഓ ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്ന സ്തോത്രം, ഈ രാത്രി സൂം പ്ലാറ്റ്ഫോം നിന്റെ വിടുതല. ഓ
അതേ സ്തോത്രം, നശിച്ചു പോകുന്ന, ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന, അതെ ചിലതൊക്കെ ചെയ്തിട്ട് മരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ചില യൗവനക്കാരുടെ ഭവനത്തിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ ഭവനത്തിനകത്ത് ഇരിക്കുമ്പോ നിനക്ക് ചില പ്രേരണ കിട്ട, ചിലരെ ഫോൺ കോൾ വിളി, ചിലരെ വിളിച്ച് സംസാരിക്കേ, അവരെ വിളിക്കുമ്പോ ഹല്ലേലൂയ അവരുടെ വിഷയങ്ങളെ പറയുമ്പോ നിന്നെ ആരോ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ നീ ഭവനത്തിനകത്തേക്ക് ചെല്ലുമ്പോ ചില മരണദൂതന്മാർ ആ ഭവനങ്ങളെ വിട്ടു മാറുമെന്ന് ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തെ ഈ രാത്രിക്കാലം മുതൽ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കയാ. രാത്രിക്കാലം മുതൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങ. നിന്റെ മേൽ അസാധാരണമായ ഒരു കോളിംഗ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം, അത് ദൈവം തെളിയിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാ രാത്രിക്കാലം വ്യക്തമായി ഇടപെടുകയാ. സ്തോത്രം, നീ സാധാരണക്കാരനല്ല. സ്തോത്രം, അസാധാരണമായിട്ട് ദൈവത്തിന്റെ അഭിഷേകത്തെ ക്യാരി ചെയ്യേണ്ടവനെന്ന് ഹല്ലേലൂയ ഈ രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. സ്തോത്രം, പ്രിയതേ മക്കളെ, വേഗത്തിൽ ഞാൻ ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഏലിയാവ് അവിടെ ചെല്ലുവാനായിട്ട് ഇടയെത്തുന്നപ്പോ നമുക്ക് ആ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ആഹാബ് കൊന്നുകളയുവാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ, ആഹാബിന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ദൂത് പറഞ്ഞത്. പക്ഷേ ആ ഒരു മരണഭയം തന്റെ ഉള്ളിൽ കാണുമായിരിക്കും. അവിടെ അപ്പോഴാണ് യഹോവയെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ അവിടെ കെരീതിൽ ഒളിച്ചിരിക്കെ. അങ്ങനെ ഭയപ്പെട്ടിരുന്നതിന്റെ മേലിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു മരണത്തെ പുറത്താക്കുവാനായിട്ടുള്ള ഒരു സാറാഫത്തൊരുക്കിയത്. ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില വിഷയങ്ങൾ എന്തുകൊണ്ട് കർത്താവേ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നാളുകൾ കഴിയുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചിലതിന്റെ വിടുതലിനെ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത് കൊണ്ടാ നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. രാത്രിക്കാലം പ്രിയതേ മക്കളെ, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. അതേ സ്തോത്രം, അവിടെ കാണുവാൻ സാധിക്കുന്നു. ആ ഭവനത്തിലേക്ക് കടന്നുപോയി അവിടെ സ്തോത്രം, അവിടെ സാധിച്ചില്ല. ഞാൻ ടൈം കൊണ്ട് പറയുന്നില്ല, നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവപുരുഷൻ പറഞ്ഞതായ ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചത് വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. നീ ചിലടത്ത് കാലെടുത്ത് വയ്ക്കുന്നത് മുഖാന്തരമായിട്ട് മരണദൂതൻ വിട്ടു മാറുകയില്ല. ആ ഭവനത്തിനകത്ത് ഒരിക്കലും തന്നെ ഒരു നഷ്ടം വരുവാനോ ഒരു കുറവ് വന്നോ എന്ന് പറയുവാൻ ഇടയാക്കാത്തവനാ കെരീതിൻ വെച്ച് പോഷിപ്പിച്ചതായ ദൈവത്തിന്റെ പോഷണവുമായി നീ ചിലടത്ത് ചെല്ലുമ്പോ ചില ഭവനത്തിനകത്ത് ഒരു സംതൃപ്തി ഉണ്ടാക്കുവാനായിട്ട് ഇടയായിട്ടില്ല. ചില ഭവനങ്ങളുടെ സിറ്റുവേഷനുകൾ, ചില ക്ലൈമറ്റുകൾ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. നിന്റെ കെരീതിനകത്ത് നിന്നെ പോഷിപ്പിച്ച ദൈവം ഹല്ലേലൂയ അവിടെ പോഷിപ്പിക്കുക മാത്രമല്ല നിന്റെ മേൽ ചിലത് പകരുവാനായിട്ട് ഇടയത്തില്ല. ആ പകർച്ചയുമായിട്ട് നീ ചില ഭവനത്തിനകത്തേക്ക് കർത്താവിന്റെ ശബ്ദം കേട്ട് ചെല്ലുവാനായിട്ട് ഇടയത്തിരുമ്പോ ആ ഭവനത്തിന്റെ ക്ലൈമറ്റിനെ അവരെ മരിപ്പിക്കുവാൻ തുടങ്ങി വെച്ചിരുന്ന, അവരെ കടബാധ്യയിലാക്കുവാൻ ഒരുക്കി വെച്ചിരുന്ന, അവരുടെ ഇല്ലായ്മകളിലേക്ക് ക്ലൈമറ്റ് വച്ചു വെച്ചിരുന്ന എല്ലാ ക്ലൈമറ്റുകളെ ദൈവത്തെ അവരെ തിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ കെരീത് നമുക്ക് അനുഗ്രഹമാ. സ്തോത്രം, നമ്മുടെ കെരീത് നമുക്ക് ബ്ലെസ്സിങ് ആ. സ്തോത്രം, കെരീത് ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷേ കെരീതിനകത്ത് വെച്ച് നമ്മൾ ആഗ്രഹിക്കത്തില്ല. വചനത്തിൽ നമ്മൾ ആഴമായിട്ട് ഇന്ന് ചിന്തിച്ച ഒത്തിരി ഒത്തിരി മർമ്മങ്ങൾ പ്പെട്ട ഒരു കെരീത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് ആർക്കും പകുതി വഴി വെച്ച് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി തന്നെ ചലിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഈ രാത്രിക്കാലം നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ പത്രോസിന് വേണ്ടിയുള്ള ഒരു ദൈവിക കരുതലുകളെ ദൈവം വെളിപ്പെടുത്തിയ അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിലും നാം അവർക്ക് ഇടിച്ച വരുത്താതിരിക്കേണ്ടതിനെ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായ് തുറക്കുമ്പോ ഒരു ചതുദ്രമർപ്പണം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. സ്തോത്രം, പ്രിയതേ മക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കർത്താവിനോട് കൂടെ നടന്ന പത്രോസിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ കരുതൽ വെളിപ്പെട്ടു.
ഹല്ലേലൂയ. അവർക്ക് നികുതി അടയ്ക്കേണ്ട ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുക. എങ്ങനെ അടയ്ക്കുമെന്ന് അറിയത്തില്ല, അതൊരു വിഷയമല്ല. പക്ഷേ അവന്റെ ആവശ്യത്തെ അറിഞ്ഞതായ ദൈവം ഇവിടെ ഈ തൊട്ട് മുമ്പിലുള്ള ഭാഗങ്ങളിലെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പത്രോസ് കർത്താവിനോട് പറയുന്നില്ല, കർത്താവെ ഞാൻ നിന്റെ കൂടെ നടക്കുന്നു, എന്റെ കരം എങ്ങനെ തീർക്കുക, എന്റെ നികുതി എങ്ങനെ അടയ്ക്കുക, ആവലാതികളൊന്നും പറയുന്നില്ല. പക്ഷേ അവന്റെ ആവശ്യത്തെ അറിഞ്ഞ ദൈവം, നീ കർത്താവിനെ പിൻപറ്റാൻ തയ്യാറായ, നീ നിന്റെ വിഷയത്തെ അറിയുന്നതിന് മുമ്പേ നിന്റെ വിഷയത്തെ അറിയുന്ന ഒരു സ്വർഗത്തിലെ കർത്താവുണ്ട്. ഹല്ലേലൂയ. രാത്രികാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന കർത്താവ്, നമുക്ക് വേണ്ടത് ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവേ കർത്താവ്, സ്തോത്രം. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിനെ. പ്രിയതേ മക്കളെ, നീ കർത്താവിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് നീ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയാകുക, നിന്റെ കുടുംബം മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരുവാൻ എന്റെ ഉടയവൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ഈ കർത്ത പുസ്തകവുമായി നീ ഏന്തി നടന്നുവെങ്കിൽ, സ്തോത്ര, ഇതിന്റെ വില എന്തെന്ന് ദൈവം തമ്പുരാൻ നിന്നെ തെളിയിക്കുവാനായിട്ട് ഇടയായി തീരാ. മറ്റുള്ളവർ നിന്നെ കളിയാക്കി, മറ്റുള്ളവർ നിന്നെ പരിഹസിച്ച്, ഇവർ ഈ പുസ്തകവുമായിട്ട് നടന്ന് ഇപ്പോൾ ഇവന്റെ അവസ്ഥ കണ്ടില്ലേ ഞാൻ പറയുന്നത്? യഥാർത്ഥമായി കർത്താവിനെ പിൻപറ്റുന്നവന്റെ ജീവിതത്തില ഈ വചനത്തെ കോട്ടിക്കളയാതെ, ഈ വചനത്തെ സത്യമായിട്ട് എന്താന്ന് അറിഞ്ഞിട്ട്, ഈ വചനത്തെ സത്യം അറിയുകയും ഈ സത്യത്തിന് വേണ്ടി നിലകൊടുക്കുന്ന, വില കൊടുത്തു നിൽക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. അവർ മറ്റുള്ളവരുടെ മുമ്പാകെ ഇടർച്ചയായി നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ കരുതൽ വെളിപ്പെടും. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത്, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആത്തി കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായ് തുറക്കുമ്പോ ഒരു ചതുരമർപ്പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിച്ച ഒരു ഭാഗം എത്ര സ്തോത്ര. ആ സമുദ്രത്തിനകത്ത് ഒത്തിരി മത്സ്യങ്ങൾ കാണുമായിരിക്കാം, ആ സമുദ്രത്തിനകത്ത് ഒത്തിരി പേർ ചൂണ്ടൽ ഇടുന്ന ഒരു അനുഭവം കാണുമായിരിക്കാം. പത്രോസ് ഇടുന്നതിന് മുമ്പ് ഒത്തിരി പേർ ചൂണ്ടൽ ഇട്ട് കാണുമായിരിക്കാം. പക്ഷേ പത്രോസിന് വേണ്ടതിനെ ദൈവം അവിടെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, രാത്രികാലം ഹല്ലേലൂയ, വചനം നാം വെറുതെ വായിച്ചു കളയാതെ നാം ആത്മാവിൽ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് ജാഗരിക്കുവാൻ ഇടയുണ്ടോ? ആ വചനം ദൈവം നമ്മോട് സംസാരിക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നു, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആത്തി കിട്ടുന്ന മീനിനെ എടുക്ക, അതിന് വായി തുറക്കുമ്പോ. ഹല്ലേലൂയ. അതേ, സ്തോത്രം. അതേ, പത്രോസിന്റെ ചൂണ്ടൽ കൊളുത്തേണ്ട മീനിനെ ദൈവം അവിടെ കരുതി വച്ചിരുന്നു, മറ്റാരുടെയും ചൂണ്ടലില് കൊളുത്താതെ വണ്ണം. രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ഉള്ളതിനെ ദൈവം സമുദ്രത്തിന്റെ ആഴത്തട്ടിലായിരുന്നാൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിനെ ആരൊക്കെ ചൂണ്ടൽ കൊണ്ടുപോയി അതിനെ കൊളുത്തി എടുക്കുവാൻ നോക്കിയാലോ ഒന്നിന്റെ ചൂണ്ടയ്ക്കകത്ത് കൊളുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടിയുള്ളതിനെ മറ്റാർക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. അത് ദൈവത്തിന് അറിയാം. സ്തോത്ര. എപ്പോഴാ പത്രോസ് പോകുന്നത്? പത്രോസിന്റെ ഹല്ലേലൂയ, അത് ഒരു ഛായാചിത്രം തന്നെ, ആ ചൂണ്ടലിന്റെ ഒരു ഛായാചിത്രം തന്നെ സ്തോത്ര മത്സ്യത്തിന് കാണും. ആ മത്സ്യം അതേ ചൂണ്ടൽ തന്നെ കൊളുത്തുവാനായിട്ട് ഇടയെത്തുന്നു. ആ മത്സ്യം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ വായി തുറന്ന് അവർക്ക് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ കിടന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുരമർപ്പണം വച്ച് മറ്റുള്ളവർക്ക് മുമ്പ് ഇടർച്ചയായി തീരുവാൻ പത്രോസിനെ ഇടയാക്കിയില്ലെങ്കിൽ, നീ കർത്താവിന്റെ പിന്നാലെ പോകുന്നത് മുഖാന്തരം നീ മറ്റുള്ളവർക്ക് ഇടർച്ചയാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ള മുമ്പിൽ പോയി കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ള മുമ്പിൽ പോയി കൈ നീട്ടിക്കൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണമേ, എന്റെ ആവശ്യം ഇതാണെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. ഈ രാത്രിക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയെ. ഈ രാത്രിക്കാലം നമ്മുടെ ചിന്തകളും ആകുലതകളും, നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ആകുലതകൾ, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആകുലതകളെല്ലാം നാം വിട്ട്
കളഞ്ഞിട്ട് കർത്താവിലേക്ക് ഒന്ന് നോക്കുവാൻ തയ്യാറാക്കാം. ഭൗതിക വിഷയങ്ങളുടെ നടുവിൽ ഇത്രയൊക്കെ ഒരു വിടുതലുണ്ടെങ്കിൽ ഒറ്റ കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അതേ സ്തോത്രം കാടയെ കൊടുത്ത് അവരെ കരുതൽ വെളിപ്പെടുത്തിയ ദൈവം ഗലീലെ കാനാവിൽ വിട്ട് തക്ക സമയത്ത് അവരുടെ പേരിന് കളങ്കം വരുത്താതെ കർത്താവിന്റെ കരുതൽ വെളിപ്പെട്ടു. ദൈവ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവിനോട് കൂടെ നടന്ന പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ കരുതൽ, ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന തക്ക സമയത്തത്രേ. അങ്ങനെ ഈ രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോ ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് തരും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. കർത്താവിന്റെ മുൻപാകെ നടന്ന വിശുദ്ധിയോടും വേർപാടോടും കർത്താവിന്റെ മുമ്പാകെ നടന്ന നമ്മെ ചിലത് പിൻപറ്റും. നാം ചിലതിനെ പിന്തുടരാൻ പോകണ്ട, നമ്മെ പിന്തുടർന്നു വരും അനുഗ്രഹം. പക്ഷെ ഞാൻ നിങ്ങൾ ചെയ്യണം, വചനത്തിനകത്ത് നിൽക്കണം. കർത്താവിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നു, 14 അധ്യായത്തിൽ യോഹന്നാൻ 14:3 പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയതേ മക്കളെ, ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ഒരു ജീവിതം. ഒരു കരുതൽ നമുക്ക് നിത്യതയിലുണ്ട്. ഈ രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പ് പ്രാപിക്കുന്നുണ്ട്? ഈ ലോകം നമുക്ക് ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, വേദനയായിരിക്കാം, പക്ഷേ എന്റെ ദൈവം, ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പറയട്ടെ, ആവശ്യങ്ങളൊന്നും എന്റെ അപ്പം മുടക്കത്തില്ല. പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. ചില കോംപ്രമൈസിന് നാം തയ്യാറാകാതെ നിന്ന, ഞാൻ ലൈവ് സൂം മീറ്റിംഗിലായോണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളടുത്ത് പലരും വന്ന് ജോലി മേഖലയിൽ നിന്ന് പറഞ്ഞു, ഇതിനെ വിട്ട് കളഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരാം. പക്ഷേ പ്രിയതേ മക്കളെ, ഹല്ലേലൂയ, ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നപ്പോ അതേ സ്തോത്രം ഞങ്ങളെ തേടി വന്ന ഒരു കർത്താവിന്റെ സ്നേഹമുണ്ട്. ഇതിനെ സ്തോത്രം ഹല്ലേലൂയ ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അതേ സ്തോത്രം ലോകത്തെ ഞങ്ങൾ നോക്കിയില്ല, പക്ഷെ ഞങ്ങൾക്ക് പല നന്മകൾ മാനുഷികമായിട്ട് അവർ തടഞ്ഞുവെങ്കിലും ഞാൻ പറയട്ടെ, എന്നെ വിളിച്ച ദൈവം, എന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തതായ ദൈവം ഇന്ന് ഈ നിമിഷം വരെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോ ഒരു വിഷയത്തിന്റെ മുമ്പാകെ ചെന്ന ആരുടെ മുമ്പിൽ കൈനീട്ട ദൈവം ഇടയാക്കിയത്തില്ല. ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങള് എന്നെക്കാൾ മുന്നമേ അറിഞ്ഞ് എന്റെ അപ്പം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, പല ഓഫറുകൾ നിന്റെ മുമ്പാകെ കടന്നു വരാം. നിനക്ക് ദൈവത്തിൽ തള്ളിക്കളയുക, നീ തള്ളിക്കളഞ്ഞിട്ട് അവരെ പിന്നാലെ ചില പലതും നിന്റെ മുമ്പിൽ കടന്നു വരാം, പല പ്രലോഭനങ്ങൾ കടന്നു വരാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, നിനക്ക് വേണ്ടി കാൽവരി അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞ എന്റെ യേശു രക്ഷകന്റെ ആ സ്നേഹത്തിന്റെ മുമ്പേ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ലോകത്തരുന്ന സ്നേഹം, ഈ ലോകത്തരുന്ന കരുതല്, അത് മറ്റു പലതും പ്രതീക്ഷിച്ചായിരിക്കുമ്പോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ നിങ്ങളെ തേടി വന്നൊരു സ്നേഹം. ഹല്ലേലൂയ. അതെ, നമ്മെ തള്ളിക്കളഞ്ഞപ്പോ ലോകം നമ്മെ ചേർത്തണച്ച കർത്താവിന്റെ കര അപ്പന നമ്മോട് പറഞ്ഞത്, നമുക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോയി. ഹല്ലേലൂയ. അപ്പൻ നമ്മെ ചേർക്കാൻ വരും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ ദാ വേഗം വരുന്നു. ഹല്ലേലൂയ. അതേ സംഭവ വികാസങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ ചേർക്കാൻ വേഗം വരുമെന്ന്. പ്രിയ ദൈവമക്കളെ, അതേ സ്തോത്രം, ഈ ലോകത്ത് ജീവിക്കുമ്പോ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട്, കർത്താവിനെ സേവിക്കുന്നത് മുഖാന്തരമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായത് നമുക്ക് തരും. സ്തോത്ര. അത് വെറും ബോണസ് ആണ്. നമ്മുടെ നോട്ടം അതിലേക്ക് ആകരുത്. നമ്മുടെ നോട്ടം നിത്യതയെ കുറിച്ചുള്ളതായിരിക്കണം. നിത്യതയിൽ ഒരു കരുതൽ വെളിപ്പെടണം. നമ്മുടെ കൈകൾ വിശുദ്ധമായിരിക്കണം. നാം പ്രതിഫലം വാങ്ങിക്കുമ്പോൾ കർത്താവിന്റെ പക്കൽ ചെന്ന് നിൽക്കുമ്പോ അവിടെ ശൂന്യമാകപ്പെടരുത്. അവിടെ ചില കരുതലുകൾ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവം നമുക്കായി നിത്യത ഒരുക്കി കരുതി വച്ചിട്ടുണ്ട്, ഭവനം കരുതി വച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ഭവനം കാണത്തില്ലായിരിക്കാം, അതേ സ്തോത്രം, മറ്റുള്ളവരിൽ നല്ല പേര് കാണത്തില്ലായിരിക്കാം. ഒന്നും വേണ്ട പ്രിയ ദൈവമക്കളെ, തേജസ്സും ബഹുമാനവും മാനവും സ്വർഗത്തിലെ ദൈവം നമ്മെ അണിയിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകൾ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കായി ഒരു ഭവന കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഭവനത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരണമെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരണം. വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു, അനീതി ചെയ്യുന്നവ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഈ ലോകത്തിലെ ഭൗതിക നന്മകൾ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടത്, അതേ സ്തോത്രം, തന്റെ വാഗ്ദത്ത സന്തതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടു. കർത്താവിനെ ക്ഷണിച്ചവരുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ കർത്താവിന്റെ വാഗ്ദത്തത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. ദൈവസത്വമായിട്ട് നിന്നവന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നാം ദൈവവചനത്തെ അനുസരിച്ച് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഈ ലോകത്ത് നമുക്ക് വേണ്ടതൊക്കെ കർത്താവ് തരും. അതോടൊപ്പം കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നമ്മുടെ മേൽ അധികമായി പകർന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് ഇടയായിത്തീര. ആ നിത്യത എന്ന ദൈവിക കരുതലുകൾ, ആ ഒരു വാഗ്ദത്തം പ്രാപിപ്പാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മെ അതിനായിട്ട് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.